ബാബയിന്ന് എല്ലാവരും സ്നേഹിക്കുന്നത് ഏതു കുട്ടികളെയാണെന്നും വളരെ നല്ല സ്വഭാവം ഏതാണെന്നും കേൾപ്പിക്കുന്നു. സർവശക്തിവാനായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 8/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ശാന്തമായിരിക്കുന്നതിൻ്റെ സ്വഭാവം വളരെ നല്ലതാണ്. ശാന്ത സ്വഭാവം ഉള്ളവർ വളരെ മധുരമായി തോന്നും. വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചോദ്യം: ഏത് കുട്ടികളെ എല്ലാവരും സ്നേഹിക്കുന്നു? സ്വയം തന്നെ സേഫ് ആക്കി വയ്ക്കാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: ആരാണോ വളരെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരുടെയും സേവനം ചെയ്യുന്നത്, അവരെ എല്ലാവരും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും സേവനത്തിൻ്റെ അഹങ്കാരം വരുവാൻ പാടില്ലാത്തതാണ്. ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ കസ്തൂരി ലഭിച്ചത് മറ്റുള്ളവർക്കും നൽകണം. എല്ലാവർക്കും ശിവബാബയുടെ ഓർമ്മ വരുത്തണം. ഈ ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങൾ വളരെയധികം സേഫായിരിക്കുന്നത്. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നോ അത്രയും സന്തോഷവും നിലനിൽക്കും, മാനേഴ്സും നന്നായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മനസ്സിലാക്കിച്ച് എത്ര വിവേകശാലികളാക്കി മാറ്റുന്നു. പഠനവും സഹജമാണല്ലോ. അതാണ് സ്ഥൂല പഠനം, ഇതാണ് സൂക്ഷ്മ പഠനം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ പഠനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ പവിത്രമാക്കുവാനും പഠിപ്പിക്കുവാനുമാണ്. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിച്ച് സന്തോഷത്തിൽ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ദിനം പ്രതിദിനം നമുക്ക് ശാന്തിയിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നതും കുട്ടികൾ അറിയുന്നുണ്ട്. ശാന്തിയാണെങ്കിൽ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നു. വലിയ വ്യക്തികൾ അധികം സംസാരിക്കുന്നില്ല, ഉച്ചത്തിലും സംസാരിക്കുന്നില്ല. നിങ്ങൾ വളരെ വളരെ വലിയ വ്യക്തികൾ ആവുകയാണ്. വാസ്തവത്തിൽ വ്യക്തി എന്ന് പറയില്ല, നിങ്ങൾ ദേവതയാവുകയാണ്. ദേവതമാരുടെ സംസാരം വളരെ കുറവായിരിക്കും. നിങ്ങൾക്കും ദേവതയാകണം എന്നിരിക്കെ ടോക്കിയിൽ നിന്നും മാറി സൈലൻസിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ശാന്തിയിൽ ഇരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കും: ഇവർക്ക് തൻ്റെ മേൽ അറ്റൻഷൻ ഉണ്ട്. ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുള്ളപ്പോൾ സംസാരിക്കേണ്ടതും വളരെ പതുക്കെയാണ്. പതുക്കെ സംസാരിച്ച് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. എത്രത്തോളം നിങ്ങൾ ശാന്തിയിൽ ഇരിക്കുമോ അത്രയും ശാന്തി വ്യാപിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെയധികം ശാന്തിയിൽ ഇരിക്കേണ്ടതാണ്. ശബ്ദത്തിലൂടെ സംസാരിക്കുന്നത് നല്ലതായി തോന്നുന്നില്ല. ക്രോധവും നല്ലതല്ല. കുട്ടികളിൽ ഒരു വികാരവും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. നോക്കണം, നമ്മൾ ആരോടെങ്കിലും അടികൂടുകയോ വഴക്ക് കൂടുകയോ ചെയ്യുന്നില്ലല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്: ഹിയർ നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ. അതായത് ആസുരീയമായത് കേൾക്കരുത്, ആസുരീയമായത് സംസാരിക്കരുത്. ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ ആ മോശമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു മാറേണ്ടതാണ്. അപ്പോൾ രണ്ടുപേരുടെയും വായ് അടഞ്ഞിരിക്കും. ഓരോ കാര്യത്തിലും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആരെങ്കിലും ശബ്ദത്തോടെ സംസാരിക്കുകയാണ് എങ്കിൽ പറയൂ: ശാന്തമാകണം, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ശാന്തി സ്ഥാപിക്കുകയാണ്. സത്യയുഗത്തിൽ ശാന്തി ഉണ്ടായിരിക്കുന്നല്ലോ. മൂലവതനത്തിലാണെങ്കിൽ ശാന്തി തന്നെയാണ്. ശരീരമില്ലെങ്കിൽ പിന്നെ എങ്ങനെ സംസാരിക്കുവാനാണ്? ബാബ കുട്ടികൾക്ക് വളരെ നല്ല ശ്രീമത്ത് നൽകുന്നു, മനസ്സിലാക്കിക്കുന്നു. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ടോക്കിയിൽ നിന്നും മൂവിയിലേക്ക് വരണം, പിന്നെ സൈലൻസിലേക്ക് പോകും. ആരെ കണ്ടുമുട്ടിയാലും അവർക്ക് ഈ സന്ദേശം നൽകണം. നിങ്ങൾ എത്രത്തോളം സൈലൻസിലിരിക്കുമോ അത്രയും മനസ്സിലാക്കും.
ഇവർ ഏത് ഈണത്തിലാണ് എന്ന്. ശാന്തമായിരിക്കുന്നതിൻ്റെ സ്വഭാവം വളരെ നല്ലതാണ്. അവർ വളരെ മധുരമായി തോന്നുന്നു. വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സത്യമായ സന്ദേശവാഹകരാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും മേൽ ദയവുണ്ടാകേണ്ടതാണ്. ദയ കാണിക്കുന്ന കുട്ടികൾ വളരെയധികം ശാന്തിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കും. കേവലം സന്ദേശം കൊടുക്കണം. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പരിധിയില്ലാത്ത സുഖവും ശാന്തിയും ലഭിക്കും. ലൗകിക അച്ഛൻ്റെ അടുക്കൽ വളരെയധികം ധനമുണ്ട് എങ്കിൽ വളരെയധികം സമ്പത്ത് ലഭിക്കുമല്ലോ. പരിധിയില്ലാത്ത ബാബയുടെ അടുക്കലാണെങ്കിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാണ്. ഓരോ 5000 വർഷത്തിനു ശേഷവും നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾ വളരെ താല്പര്യത്തോടെ എല്ലാവരുടെയും സേവനം ചെയ്യണം. ഓരോരുത്തരും സേവനത്തിന് യോഗ്യരാകണം. ആരാണോ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നത് അവരെ എല്ലാവരും സ്നേഹിക്കും. ഒരിക്കലും സേവനത്തിൻ്റെ അഹങ്കാരം വരാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ കസ്തൂരി ലഭിച്ചിരിക്കുന്നു. അത് മറ്റുള്ളവർക്കും നൽകണം. അന്യോന്യം ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കൂ. ശിവബാബയെ ഓർമ്മയുണ്ടോ? ഇതിൽ സന്തോഷവും ഉണ്ടാകുന്നു. ഓർമ്മ വരുത്തുന്നവർക്ക് താങ്ക്സ് കൊടുക്കേണ്ടതാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ കുട്ടികളായി നിങ്ങൾ വളരെ വളരെ സേഫ് ആയിരിക്കും. എത്രത്തോളം ഓർമ്മയിലിരിക്കുമോ അത്രയും സന്തോഷവും നിലനിൽക്കും. മാനേഴ്സും നന്നായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് തൻ്റെ ക്യാരക്ടർ തീർച്ചയായും നന്നാക്കേണ്ടതുണ്ട്. ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, എൻ്റെ സ്വഭാവം വളരെ വളരെ മധുരമാണോ? ഒരിക്കലും ആരെയും അപ്രസന്നം ആക്കുന്നില്ലല്ലോ. ആരെങ്കിലും അപ്രസന്നം ആകും വിധത്തിലുള്ള അന്തരീക്ഷം ഒരിക്കലും ഉണ്ടാകരുത്. ഇങ്ങനെ പരിശ്രമിക്കണം. കാരണം കുട്ടികളായി നിങ്ങൾ വളരെ ഉയർന്ന സേവനത്തിലാണ്. നിങ്ങൾക്ക് ഈ മുഴുവൻ അരങ്ങിനും പ്രകാശം നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഭൂമിയിലെ ചൈതന്യ നക്ഷത്രങ്ങളാണ്. നക്ഷത്ര ദേവത എന്ന് പറയപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ ആ നക്ഷത്രം ദേവതയൊന്നുമല്ല. നിങ്ങളാണെങ്കിൽ അതിനേക്കാൾ മഹാബലവാനാണ്. കാരണം നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ദേവതയാകുന്നവർ. മുകളിൽ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കമുണ്ട്. ചില നക്ഷത്രങ്ങൾ വളരെ തീവ്രമായിരിക്കും, ചിലത് ലഘുവായിരിക്കും, ചിലത് ചന്ദ്രന്റെ സമീപത്തായിരിക്കും. കുട്ടികളായ നിങ്ങളും യോഗബലത്തിലൂടെ സമ്പൂർണ്ണ പവിത്രമാകുമ്പോൾ തിളങ്ങുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഉള്ളിൽ സന്തോഷം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈ ജന്മം വജ്രതുല്യമായി പാടപ്പെടുന്നു. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് നോളജ്ഫുൾ ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോളജിൻ്റെയും സന്തോഷമുണ്ടായിരിക്കുന്നു. ഈ ദേവതമാരേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം സദാ സന്തോഷത്താൽ വിടർന്നിരിക്കട്ടെ. ബാബ കുട്ടികളെ ആശീർവദിക്കുന്നു. മധുരമായ കുട്ടികളെ സദാ ശാന്തമായി ഭവിക്കട്ടെ, ചിരഞ്ജീവിയായി ഭവിക്കട്ടെ. അതായത് വളരെയധികം ജന്മങ്ങൾ ജീവിക്കൂ. ആശീർവാദം ബാബയിൽ നിന്നും ലഭിക്കുന്നു. എങ്കിലും ഓരോരുത്തർക്കും തൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെ ചിരഞ്ജീവിയാകും? ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ചിരഞ്ജീവിയായി കൊണ്ടിരിക്കും. ഈ ആശീർവാദം ബാബ നൽകുന്നു. ബ്രാഹ്മണരും പറയുന്നു ആയുഷ്മാൻ ഭവ. ബാബയും പറയുന്നു കുട്ടികളെ സദാ ദീർഘായുസോടെ ഇരിക്കൂ. നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് കാലൻ കൊണ്ടുപോവുകയില്ല. സത്യയുഗത്തിൽ മരിക്കുന്നതിൻ്റെ പേരില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യർ മരിക്കുമ്പോൾ ഭയപ്പെടുന്നല്ലോ. നിങ്ങളാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിനു വേണ്ടി. നിങ്ങൾക്കറിയാം, ബാബയെ ഓർമ്മിച്ച് നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ ശിവ് ബാബയുടെ അടുക്കൽ പോകും. പിന്നെ സ്വർഗവാസിയാകും. ഇപ്പോൾ നിങ്ങൾ മോസ്റ്റ് ബിലവഡായ ബാബയുടെ കുട്ടികളായിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്കും ബാബയെ പോലെ വളരെ വളരെ മധുരവും വളരെ പ്രിയവും ആകേണ്ടതുണ്ട്. ബാബ കത്തുകളിലും എഴുതുന്നു, മധുരമധുരമായ ഓമന സിക്കിലതെ കുട്ടികളെ. ബാബ വളരെ മധുരമാണല്ലോ. പ്രാക്ടിക്കലിൽ അനുഭവിക്കുന്നുമുണ്ട് ബാബ എത്ര മധുരമാണ്, എത്ര പ്രിയമാണ്. നമ്മളെയും ഇങ്ങനെയാക്കുന്നു. നമ്മൾ എത്ര മധുരവും എത്ര പ്രിയവുമായിരുന്നു എന്നതും നിങ്ങൾക്കറിയാം. നമ്മൾ തന്നെ പൂജ്യരിൽ നിന്നും പിന്നെ പൂജാരിയായി. അപ്പോൾ സ്വയം തന്നെ പൂജിച്ചുകൊണ്ടിരുന്നു. ഇതും വളരെയധികം വണ്ടർഫുള്ളായ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഹര ഹര മഹാദേവ എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഒന്ന് മഹാദേവനല്ല, ദുഃഖം ബാബ തന്നെ ഹരിക്കും. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ ബാബയാണ്. പകുതി കൽപ്പം നിങ്ങൾ വളരെയധികം ദുഃഖം കണ്ടു. 5 വികാരങ്ങളുടെ രോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ രോഗം വളരെ ദുഃഖിതരാക്കി. അതിനാൽ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ കർമ്മങ്ങളുടെ കണക്കിനെ നിങ്ങൾ ഇപ്പോൾ നേരെയാക്കൂ. വ്യാപാരികളും 12 മാസത്തെ കണക്ക് വയ്ക്കുന്നല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയെയും നോക്കൂ, എത്ര മാലിന്യമാണ്. ഇത് നരകം തന്നെയാണ്. അപ്പോൾ ബാബയ്ക്ക് വരേണ്ടി വരുന്നു നരകത്തെ സ്വർഗമാക്കുവാൻ. ബാബ വളരെ സ്നേഹപൂർവ്വം വരുന്നു. എനിക്ക് കുട്ടികളുടെ സേവനത്തിനായി വരേണ്ടതുണ്ട് എന്നറിയുന്നു. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികളായ നിങ്ങളുടെ സേവനത്തിൽ ഉപസ്ഥിതനാകുന്നു. എപ്പോഴാണോ സ്വയം വരുന്നത് അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ നമ്മുടെ സേവനത്തിൽ ഉപസ്ഥിതനായി. ഇവിടെ ഇരിക്കവേ എല്ലാവരുടെയും സേവനം നടക്കുന്നു. മുഴുവൻ സൃഷ്ടിയുടെയും മംഗളകാരി ദാതാവ് ഒന്ന് തന്നെയാണല്ലോ. ബാബയ്ക്കറിയാം, മുഴുവൻ ലോകത്തിലും ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവർക്കും ഞാൻ തന്നെയാണ് സമ്പത്ത് നൽകുന്നത്. പരിധിയില്ലാത്ത ബാബയുടെ ദൃഷ്ടി ലോകത്തിലെ ആത്മാക്കളുടെ നേർക്ക് പോകുന്നു. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ദൃഷ്ടി മുഴുവൻ വിശ്വത്തിലെ മനുഷ്യരിലുമാണ്. കാരണം മുഴുവൻ വിശ്വത്തെയും സംതൃപ്തമാക്കണം. ഡ്രാമ പ്ലാൻ അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളും സംതൃപ്തം ആകാൻ പോകുന്നു. ബാബ എല്ലാ കുട്ടികളെയും ഓർമ്മിക്കുന്നു. ദൃഷ്ടി പോകുന്നുവല്ലോ. സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ കുട്ടികളുടെ സേവനത്തിൽ ഉപസ്ഥിതനാകുന്നത്. ആ ഒന്നിൻ്റേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റാർക്കും ഇങ്ങനെയുള്ള സേവനം ചെയ്യാൻ സാധിക്കില്ല. ആ ഒന്നിൻ്റേത് പരിധിയില്ലാത്ത സേവനമാണ്. കുട്ടികളായ നിങ്ങൾക്കും ബാബയുടെ ഷോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒന്നിനെ പോലെ സേവനം ചെയ്യുമ്പോഴാണ്. സേവനം ചെയ്യുന്നവർക്ക് ഫലവും വളരെ വലുത് ലഭിക്കുന്നു. കുട്ടികൾക്ക് ലഹരിയും കയറുന്നു. നമ്മൾ ശ്രീമത്തനുസരിച്ച് മുഴുവൻ വിശ്വത്തിലെ മനുഷ്യർക്കും സുഖം നൽകുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് തൻ്റെ സഞ്ചി നല്ലവണ്ണം നിറയ്ക്കൂ. എത്ര നിറയ്ക്കണമോ നിറച്ചുകൊള്ളൂ. തൻ്റെ സമയം പാഴാക്കരുത്. ബാബയുടെ ഓർമ്മയിൽ സമയത്തെ സമൃദ്ധമാക്കൂ. ആരാണോ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നത് അവർ പിന്നെ മറ്റുള്ളവരുടെയും നല്ല സേവനം തീർച്ചയായും ചെയ്യും. സമയം പാഴാക്കുകയില്ല. കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് അന്തർമുഖരാകണം. ഉള്ളിൽ ആത്മാവുണ്ടല്ലോ, ഈ നിശ്ചയം വരുത്തണം. ആത്മാക്കളായ നമുക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. സോൾ കോൺഷ്യസ് ആയിരിക്കുന്നത് തന്നെയാണ് സത്യമായ അന്തർമുഖിയാവുക എന്നത്. അന്തർമുഖി എന്നാൽ ഉള്ളിലുള്ള ആത്മാവിന് സർവ്വതും ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. ബാബ സ്നേഹത്തോടെ അടിക്കടി മനസ്സിലാക്കിച്ചു തരുന്നു. മാതാപിതാക്കളിൽ നിന്നും പിന്നെ ഏതെല്ലാം നല്ല അനന്യ മുതിർന്ന സഹോദരി സഹോദരന്മാരുണ്ടോ, ആരെല്ലാം നല്ല സേവനം ചെയ്യുന്നുവോ അവരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കൂ. ഉള്ളിൽ ഈ നിശ്ചയമുണ്ടാക്കണം, ഞാൻ വെറുതെ സമയം പാഴാക്കുവാൻ പാടില്ല. ശരീര നിർവഹണവും നടത്തണം. തൻ്റെ രചനയെയും നോക്കണം. കേവലം മമത്വം വയ്ക്കാതിരിക്കണം.
മമത്വം വയ്ക്കുന്നതിലൂടെ നഷ്ടമുണ്ടാകും. മമത്വം ഒരു ബാബയിൽ വയ്ക്കൂ. ഇവിടെ നിങ്ങൾ ബാബയുടെ മുന്നിലാണ്. ആത്മാക്കളും പരമാത്മാവും പരസ്പരം മുന്നിലാണ്. കാരണം ഇവിടെ സ്വയം ബാബ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. അവിടെ ആത്മാക്കളാണ് ആത്മാക്കളെ പഠിപ്പിക്കുന്നത്. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ഈ എല്ലാ കാര്യങ്ങളുടെയും മനനം നടക്കണം. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ മുഴുവൻ ദിവസവും പഠനമുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ബുദ്ധിയിലും മുഴുവൻ പഠനവുമുണ്ട്. ഇതാണ് ആത്മീയ പഠനം. നല്ല സ്റ്റുഡൻസ് ആരാണോ അവർ സദാ ഏകാന്തതയിൽ പോയി പഠിക്കുന്നു. സ്റ്റുഡൻസ് പരസ്പരം ഒത്തുചേരുമ്പോൾ പഠനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരം നടത്തുന്നത്. ഈ പരിധിയില്ലാത്ത പഠനത്തിലാണെങ്കിൽ കൂടുതൽ സന്തോഷത്തോടെ മുഴുകേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ബാബയുടെ സഹായിയാകുന്നു. ഓർമ്മയിലിരിക്കുന്നത് തന്നെയാണ് സഹായം ചെയ്യുക എന്നത്. കാരണം ഓർമ്മയുടെ യാത്ര എന്നാൽ ശാന്തിയുടെ യാത്രയാണ്. അതിനാൽ പറയുന്നു, ഓരോരുത്തരും തൻ്റെ വീടിനെ സ്വർഗമാക്കി മാറ്റൂ. ഓരോരുത്തരുടെയും ബുദ്ധിയിൽ അൽഫും ബേയും അതായത് ബാബയും സമ്പത്തുമുണ്ട്. അൽഫിനെ അതായത് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ചക്രവർത്തി പദം ലഭിക്കും. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ രാജപദം നിങ്ങളുടേതാണ്. കുട്ടികളായ നിങ്ങൾ എല്ലാവർക്കും ഈ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സ്വർഗത്തിൻ്റെ രാജപദം ലഭിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ് ദാദയുടെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വമുള്ള സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓർമ്മയിൽ തൻ്റെ സമയം സമൃദ്ധമാക്കണം. ഈ അമൂല്യ സമയം എവിടെയും പാഴാക്കി കളയരുത്. പുരുഷാർത്ഥം ചെയ്ത് അന്തർമുഖരാകണം. അതായത് സോൾ കോൺഷ്യസ് ആയി ഇരിക്കണം. ഇപ്പോൾ നമ്മൾ ദേവതമാരെക്കാൾ ശ്രേഷ്ഠമായ ബ്രാഹ്മണരാണ്. ഇപ്പോൾ ബാബയിലൂടെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചിരിക്കുന്നു. നോളജ് ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ മുഖം സദാ സന്തോഷത്താൽ വിടർന്നിരിക്കട്ടെ. ഉള്ളിൽ സന്തോഷം ഉയർന്നു പൊങ്ങണം. വരദാനം: മനസ്സ മഹാദാനത്തിലൂടെ ഓരോ സങ്കല്പത്തിൻ്റെയും സിദ്ധി പ്രാപ്തമാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ മനസ്സിലൂടെ ശക്തികളുടെ ദാനം ചെയ്യുന്നത് അവർക്ക് മാസ്റ്റർ സർവശക്തിവാന്റെ വരദാനം പ്രാപ്തമാകുന്നു. കാരണം മനസ്സിലൂടെ ശക്തികൾ ദാനം ചെയ്യുന്നതിലൂടെ സങ്കല്പങ്ങളിൽ ഇത്രമാത്രം ശക്തി ശേഖരിക്കപ്പെടുന്നു. അതിലൂടെ ഓരോ സങ്കല്പത്തിൻ്റെയും സിദ്ധി പ്രാപ്തമാകുന്നു. അവർക്ക് തൻ്റെ സങ്കല്പങ്ങളെ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ ഒരു സെക്കൻഡിൽ നിലനിർത്തുവാൻ സാധിക്കും. സങ്കല്പം അവർക്ക് വശംവദരായിരിക്കും. അവർക്ക് തൻ്റെ സങ്കല്പങ്ങളുടെ മേൽ വിജയി ആയത് കാരണം ചഞ്ചല സങ്കല്പങ്ങൾ ഉള്ളവരെയും അല്പസമയത്തേക്ക് അചഞ്ചലവും ശാന്തവും ആക്കുവാൻ സാധിക്കും. സ്ലോഗൻ: നിരന്തരം ഒരു ബാബയുടെ സംഘത്തിൽ ഇരിക്കൂ. അപ്പോൾ സംഘദോഷത്തിൽ നിന്നും രക്ഷപ്പെടും. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. ഏതെങ്കിലും വികർമ്മമോ വ്യർത്ഥ കർമ്മമോ അഥവാ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുവെങ്കിൽ ഇതിൻ്റെ കാരണമാണ് സദാ കൂട്ടുകാരനെ കൂടെ വയ്ക്കുന്നില്ല അഥവാ കൂട്ടുകെട്ടിൻ്റെ അനുഭവം ചെയ്യുന്നില്ല. ഇതുപോലെ ശക്തികൾ ഒരു സെക്കൻഡിൻ്റെ ദൃഷ്ടിയിലൂടെ അസുര സംഹാരം ചെയ്യുന്നു. ഇതേപോലെ കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ ആസുരീയ സംസ്കാരത്തെയും അപവിത്രതയുടെ സങ്കല്പങ്ങളെയും സെക്കൻഡിൽ സംഹരിക്കൂ. ഓം ശാന്തി.
ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ.